ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക് നോക്കാം. ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യുന്നതിലൊരു കോറായിട്ടുള്ളൊരു കൺസെപ്റ്റിനെ പറ്റിയാണ്. എങ്ങനെ ഒരു സ്ട്രാറ്റജി സ്ക്രാച്ചിൽ നിന്ന് ബിൽഡ് ചെയ്യാം എന്നുള്ളതല്ല, പക്ഷേ സ്ക്രാച്ച് ലെവലിൽ നോക്കുമ്പോൾ നമ്മൾ എവിടെയാണ് ഒരു സ്ട്രാറ്റജിയെ ഉണ്ടെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളൊരു രീതിയിലൊരു മെക്കാനിസമാണ് ഇന്ന്. ബേസിക്കലി നമ്മളെല്ലാവരും സ്ട്രാറ്റജീസൊക്കെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺസെപ്റ്റിൻ്റെ ബേസിലായിരിക്കണം നമ്മൾ ഈ സ്ട്രാറ്റജി തുടങ്ങേണ്ടത്. അതായത് ഒരു 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 ഓപ്പർച്യൂണിറ്റി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം അവിടെ. എന്നിട്ട് ആ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന ആ ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്താണ് പിന്നെ നമ്മൾ സ്ട്രാറ്റജിയിലോട്ട് എത്തുന്നത്. സ്ട്രാറ്റജിയിൽ പല പല കാര്യങ്ങൾ എക്സ്ട്രാ ആയിട്ടുണ്ട്, പക്ഷേ അതിനെപ്പറ്റിയല്ല. നമ്മുടെ ആ ബേസിക് ആയിട്ടുള്ള ത്രെഡ് എന്താണ്, ഓരോ സ്ട്രാറ്റജിക്കും അതിൻ്റെ അണ്ടർലൈയിങ് ആയിട്ടൊരു ത്രെഡ് വേണം. എന്നാൽ മാത്രമേ നമുക്ക് മാർക്കറ്റ് അതിൻ്റെ ബിഹേവിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ത്രെഡ് ബ്രേക്ക് ആയോ എന്നുള്ളത് മനസ്സിലായി സ്ട്രാറ്റജീസിൻ്റെ ബിഹേവിയറും ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ത്രെഡിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്, ബേസിക് ആയിട്ടുള്ള ഒരു ത്രെഡ്. ആ ത്രെഡ് ഞാൻ ജസ്റ്റ് വളരെ ഈസി ആയിട്ട് പറയാം. ഞാൻ 1-2 വീഡിയോസിൽ സ്ട്രാഡിൽസിനെ പറ്റി സംസാരിച്ചായിരുന്നു അല്ലേ. ഈ വീഡിയോയിലും സ്ട്രാഡിൽസ് ബേസ്ഡ് ആയിട്ടുള്ളൊരു സാധനമാണ്, പക്ഷേ എക്സാക്ട്ലി സ്ട്രാഡിലല്ല, അതിൻ്റെ ഒരു ത്രെഡാണ് ഞാൻ പറയാൻ പോകുന്നത്. സ്ട്രാഡിൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ 2 ലെഗിലും ഓരോ പൊസിഷൻസ് സെല്ല് ചെയ്യുകയാണ്. അതായത് അറ്റ് ദ മണിയിലുള്ള ഒരു കോളിലും അതുപോലെ തന്നെ അറ്റ് ദ മണിയിലുള്ള പുട്ടിലും നമ്മളൊരു കോൾ റൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ കോള് സെല്ല് ചെയ്യുകയാണ്, അതുപോലെ തന്നെ പുട്ടും സെല്ല് ചെയ്യുകയാണ്. ഇതാണ് സ്ട്രാഡിൽ എന്നുള്ളൊരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ട്രാഡിൽ എന്നുള്ളൊരു കൺസ്ട്രക്ഷൻ നമ്മൾ എടുത്തിട്ട് അവിടെ നമ്മൾ ഓരോ ലെഗിലും ഓരോ സ്റ്റോപ്പ് ലോസ് വയ്ക്കുകയാണ് എന്ന് വിചാരിക്കുക. ഒരു ലെഗിൽ നമ്മൾ 70% സ്റ്റോപ്പ് ലോസും അടുത്ത ലെഗിൽ 70% സ്റ്റോപ്പ് ലോസും. ഇതാണ് ബേസിക്കലി ആൾക്കാർ സ്ട്രാഡിൽ ചെയ്യുക. ഏതെങ്കിലും ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയാണെങ്കിൽ ആ ലെഗ് കട്ട് ഓഫ് ആവും, എന്നിട്ട് മറ്റേ ലെഗ് അവിടെ അയാൾ കീപ്പ് ചെയ്യും. മേ ബി ടിൽ എക്സ്പയറി വരെ ആയിരിക്കും കീപ്പ് ചെയ്യുക. അപ്പോൾ അഡീഷണൽ ആയിട്ടൊരു 30% എന്താണോ മറ്റേ ലെഗിലുള്ളത് അയാൾക്ക് കിട്ടും, മറ്റേ ലെഗ് തിരിച്ചു പോയി ഹിറ്റ് ആയില്ലെങ്കിൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഒരു ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതേപോലെ ഒരു സ്ട്രാഡിലെടുത്തു, സ്ട്രാഡിലിൻ്റെ 2 ലെഗിലും സ്റ്റോപ്പ് ലോസ് 70% വെച്ചു. ഇനി നമ്മൾ തിങ്ക് ചെയ്യാൻ പോകുന്നത് ഈ 2 സ്റ്റോപ്പ് ലോസും മാർക്കറ്റ് പോയി ഹിറ്റാവാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്. ഒരു വർഷം എടുത്ത് നോക്കിയാൽ, നിഫ്റ്റി നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ 2 സ്റ്റോപ്പ് ലോസ് ഇട്ടല്ലോ, ഒരു 70% ഒരു ലെഗിൽ, 70% മറ്റൊരു ലെഗിൽ. ഈ 2 സ്റ്റോപ്പ് ലോസും പോയി ഹിറ്റാവാനുള്ള പ്രോബബിലിറ്റി എത്രയാണ് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ആ പ്രോബബിലിറ്റിയാണ് നമ്മുടെ ത്രെഡ്. ആ ത്രെഡ് ബേസ് ചെയ്തുകൊണ്ട് നമുക്കൊരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അതായത് ഹിറ്റാവാനുള്ള പ്രോബബിലിറ്റി വളരെ വളരെ കുറവാണെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ ഒരു ചാൻസ് ഉണ്ട് നമുക്കൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാനുള്ളത്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് സിസ്റ്റത്തിൽ പോയിട്ട് സിസ്റ്റത്തിൻ്റെ സ്ക്രീൻ പ്രസൻറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം അതിനുള്ള പ്രോബബിലിറ്റി എത്രയാണ് എന്നുള്ളത്. 2 ലെഗും പോയി ഹിറ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്നുള്ളത്. അതൊരു പ്രോബബിലിറ്റി ഒരു 70 above ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ബേസിക്കലി നമുക്കത് യൂസ് ചെയ്ത്, ആ മെക്കാനിസം യൂസ് ചെയ്ത് നമുക്കൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാം. അതായത് 70 above എന്ന് പറയുമ്പോൾ നമ്മൾ 10 ട്രേഡ് ചെയ്യുമ്പോൾ അതിൽ 7 ട്രേഡും വിന്നിങ് ആണ്. 7 ട്രേഡും വിന്നിങ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു കൺസെപ്റ്റ് ബേസ് ചെയ്ത് നമുക്ക് മേ ബി ഓപ്ഷൻ സെല്ല് ചെയ്യാനോ ഓപ്ഷൻ ബൈ ചെയ്യാനോ അല്ലെങ്കിൽ ഓപ്ഷൻ്റേതായിട്ടുള്ള ഒരു സ്ട്രാറ്റജി അവിടെ അപ്ലൈ ചെയ്യാനോ ഉള്ള പോസിബിലിറ്റി ഉണ്ട്. ആ പോസിബിലിറ്റി നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ഞാനിവിടെ സ്റ്റോക്ക് മോക്ക് എടുത്തിട്ടുണ്ട്. സ്റ്റോക്ക് മോക്ക് എടുത്തിട്ട് ഞാനിവിടെ ആൾറെഡി ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് ഐറ്റംസ് എന്നുള്ളത്. ഇവിടെ ഞാൻ നിഫ്റ്റിയുടെ അറ്റ് ദ മണിയിലുള്ള ഒരു കോൾ ഓപ്ഷനും അതുപോലെ തന്നെ പുട്ട് ഓപ്ഷനും സെല്ല് ചെയ്തിട്ടുണ്ട്. ഹെഡ്ജ് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി ഒരു 5 rupees നിയർ പ്രീമിയത്തിലുള്ള പുട്ട് ഓപ്ഷനും അതുപോലെ തന്നെ കോൾ ഓപ്ഷനും ബൈയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ മെക്കാനിസം ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 70% സ്റ്റോപ്പ് ലോസ്, ഓരോ ലെഗിനും 70% സ്റ്റോപ്പ് ലോസ് എന്നുള്ള രീതിയിലും ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്നിട്ട് ഇത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ സ്ട്രാറ്റജിക്ക് വിന്നിംഗ് പോസിബിലിറ്റി എത്ര ഉണ്ട് എന്നുള്ളത്. പക്ഷേ ഈ സ്ട്രാറ്റജിയുടെ വിന്നിംഗ് പോസിബിലിറ്റി അല്ല, ഇതിൽ എത്ര തവണ ഇതിന്റെ 2 ലെഗും പോയി സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ പോയിന്റ്. ഓക്കെ, അപ്പം ഞാനിത് ആൾറെഡി റൺ ചെയ്തു. ഇത് ആൾറെഡി റൺ ചെയ്തേക്കുന്ന പീരീഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പീരീഡ് ബേസിക്കലി ഈ ഒരു ടൈമിലാണ്, അതായത് 2023 ജൂലൈ 20 മുതൽ ജൂലൈ 19 2024 വരെയാണ് ഞാനിത് റൺ ചെയ്തേക്കുന്നത്. അപ്പൊ ഇത് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. എക്സ്പയറി ഡേ -1 എക്സ്പയറി ഡേയിൽ ഇത് പ്രോഫിറ്റബിൾ ആയിരിക്കണമെന്നില്ല, പക്ഷേ ഈ സ്ട്രാറ്റജിയുടെ പ്രോഫിറ്റിനെ പറ്റിയല്ല നമ്മുടെ പോയിന്റ്. നമ്മുടെ പോയിന്റ് ഇവിടെ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി 2 ലെഗും പോയി ഹിറ്റ് ചെയ്യുന്ന പ്രോബബിലിറ്റി എത്രയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ ഇതാണ് ആ ട്രേഡിന്റെ ഒരു ഡീറ്റെയിൽസ്. ട്രേഡിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ പറ്റും. ഇതാണ് ട്രേഡിന്റെ ഡീറ്റെയിൽസ് ഇവിടെ വന്നിരിക്കുന്നത്.
ഓക്കെ, ഈ ട്രേഡിന്റെ ഡീറ്റെയിൽസ് ഓരോ ദിവസം ട്രെയിനിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാം. ജൂലൈ 18, ജൂലൈ 11, ജൂലൈ 4, ജൂൺ 27 ഇങ്ങനെ ട്രെയിനിന്റെ ഡീറ്റെയിൽസ് കാണാം. ഇതെല്ലാമാണ് നമ്മുടെ ഓരോരോ ലെഗ്സ് നമ്മൾ എടുത്തിരിക്കുന്നത്. ബേസിക്കലി സെൽ ലെഗ് ആണിത്. കോൾ ഓപ്ഷന്റെ സെൽ ലെഗ് ആണ് പുട്ടിന്റെ. അതുപോലെ തന്നെ കോളിന്റെ ബൈ ലെഗ്, കോളിന്റെ അല്ല പുട്ടിന്റെ ബൈ ലെഗ്. ഇങ്ങനെ 4 ലെഗ്സ് ആണ് നമ്മൾ ഈ സ്ട്രാറ്റജിയിൽ യൂസ് ചെയ്തേക്കുന്നത്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് കിടക്കുന്നത് ഈ 2 ലെഗുകളിലാണ്, ഒരു ഫസ്റ്റ് സെൽ ലെഗിലും അതുപോലെ തന്നെ സെക്കൻഡ് സെൽ ലെഗിലും. അപ്പോൾ ആദ്യത്തെ ദിവസം ഇതിന്റെ സ്റ്റോപ്പ് ലോസ് പോയി ഹിറ്റ് ചെയ്തു. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരൊറ്റ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുള്ളൂ. ഇത് മൊത്തം 52 എണ്ണം ഉണ്ട്. ഒരു വർഷത്തിൽ 52 ആഴ്ചകളുണ്ടല്ലോ, 52 ആഴ്ചകളുടെ ട്രേഡ്സ് ആണ് ഇതിനകത്ത് ഉള്ളത്. അപ്പൊ ഈ 52 ആഴ്ചകളിൽ ഏത് ദിവസങ്ങളിലാണ് രണ്ടും പോയി ഹിറ്റ് ചെയ്തതെന്ന് നോക്കാം. ആദ്യം ഇവിടെ ഈ റെഡ് കാണിക്കുന്നതാണ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് അയക്കുന്ന ദിവസങ്ങൾ. അപ്പൊ ഈ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് അയക്കുന്ന ദിവസങ്ങളിൽ ഇവിടെ ഒന്നേ ഹിറ്റ് ആയിട്ടുള്ളൂ, ഇവിടെ ഒന്നേ ഹിറ്റ് ആയിട്ടുള്ളൂ, ഇവിടെ ഒന്നേ ഹിറ്റ് ആയിട്ടുള്ളൂ, ഇവിടെ ഒന്ന് അങ്ങനെ ആണ് പോകുന്നത്. നമ്മൾ എക്സ്പയറി ഡേ ആണ് ആൾറെഡി നോക്കുന്നത്. എക്സ്പയറി ഡേയിലാണ് നമ്മൾ നോക്കുന്നത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിരിക്കുന്നത് എന്നൊക്കെയാണെന്നുള്ളത്. അപ്പൊ ഇത് 2 ദിവസവും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് അയക്കുന്നതാണ്. ഇവിടെ 2 ദിവസവും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട്. ഒരു ദിവസം ഇവിടെ 2 ദിവസങ്ങളിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ 3 ദിവസമായി. 4 ദിവസം, പിന്നെ 5, 6 ദിവസം, 7 ദിവസം, 8 ദിവസം, 9 അങ്ങനെ 9 ദിവസങ്ങളിലാണ് സ്റ്റോപ്പ് ലോസ് ആക്ച്വലി ഹിറ്റ് അയക്കുന്നത് 52 ദിവസങ്ങളിൽ. അപ്പോൾ നമ്മളൊന്ന് കാൽക്കുലേറ്റർ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രയാണ് ഇതിന്റെ ഒരു പ്രോബബിലിറ്റി എന്നുള്ളത്. കാൽക്കുലേറ്റർ എടുത്തിട്ടുണ്ട്. അപ്പോൾ കാൽക്കുലേറ്റർ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ടോട്ടലായിട്ട് 52 ദിവസങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ 52 ദിവസങ്ങളിൽ 9 ദിവസമാണ് ആക്ച്വലി ഈ പറയുന്ന സാധനം സ്റ്റോപ്പ് ലോസ് 2 ലെഗിലും പോയി ഹിറ്റ് ആയിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 52 - 9 എന്ന് പറയുന്നത് 43. 43 ഡിവൈഡഡ് ബൈ 52 ഇൻറ്റു 100 ആണ് ശരിക്കും നമ്മുടെ പ്രോബബിലിറ്റി. ഇത് 82% കേസുകളിലും നമ്മുടെ 2 ലെഗിലെയും സ്റ്റോപ്പ് ലോസ് പോയി ഹിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഇല്ല. ഓൺലി അറൌണ്ട് 18% മാത്രമേ 2 ലെഗിലെയും സ്റ്റോപ്പ് ലോസ് പോയി ഹിറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുവാണ് ഈ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്ത്, അതായത് 82%ലും നമ്മളുടെ ഒരു സ്ട്രാഡിലിന്റെ ഒരു 70% സ്റ്റോപ്പ് ലോസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ 2 ലെഗിലെയും സ്റ്റോപ്പ് ലോസ് 82% ടൈമിലും പോയി ഇത് ഹിറ്റ് ആവില്ല. അപ്പൊ അത് ബേസ് ചെയ്ത് നമ്മളൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ വിന്നിംഗ് റേറ്റ് എത്രയാണ്? നമ്മൾ 100 ട്രേഡ് ചെയ്താൽ അതിനകത്ത് 82 ട്രേഡും വിന്നിംഗ് ആണ്. ഈ കൺസെപ്റ്റിനെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി നിങ്ങൾക്കൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളിവിടെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രേഡറാണ്. നിങ്ങൾ വളരെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ട്രേഡറായി മാറിക്കഴിഞ്ഞു. മാർക്കറ്റിനെ പറ്റി വലിയ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിഞ്ഞുണ്ടെങ്കിൽ പോലും ഈ ഒരു സ്ട്രാറ്റജിയുടെ ബേസിൽ മാത്രം, ഈ ഒരു കൺസെപ്റ്റിന്റെ ബേസിൽ മാത്രം പോയി കഴിഞ്ഞാൽ നിങ്ങൾ 82% വിന്നിംഗ് റേറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു വിന്നിംഗ് റേറ്റ് തന്നെയാണ്. അപ്പോൾ അതിന്റെ ബേസിൽ ഒരു ത്രെഡിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾ നല്ലൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ട്രേഡറായി മാറിക്കഴിഞ്ഞു. പ്ലസ് സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലും കൂടെ നിങ്ങൾ ഒന്ന് സ്പെഷ്യലൈസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ ട്രേഡിംഗ് റിലേറ്റഡ് ആയുള്ള സൈക്കോളജിയും കൂടെ ഒന്ന് കറക്റ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങളൊരു പ്രോഫിറ്റബിൾ ട്രേഡറായി മാറിക്കഴിഞ്ഞു. ഒരു ഡൗട്ടും വേണ്ട. അപ്പോ ഈ 82% കേസിലും ഇത് 2 ലെഗിലെയും പോയി സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നില്ല. ഇത് നമുക്കിനി എങ്ങനെ ക്യാപിറ്റലൈസ് ചെയ്യാം? എങ്ങനെ ക്യാപിറ്റലൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ബേസിൽ വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ലെഗിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് മേ ബി നമുക്കൊരു സെൽ പൊസിഷൻ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ എന്തായാലും അത് തിരിച്ചു വന്ന് ആ സെൽ പൊസിഷന്റെ 70%, നമ്മൾ ഫ്രഷ് ആയിട്ട് എടുത്ത സെൽ പൊസിഷന്റെ 70% പോയി ഹിറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ്. അങ്ങനെ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പൊസിഷന്റെ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി നമുക്കൊരു ഡെബിറ്റ് സ്പ്രെഡോ അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് സ്പ്രെഡോ മെക്കാനിസം യൂസ് ചെയ്തുകൊണ്ട്, ഡെബിറ്റ് സ്പ്രെഡ് അല്ല, യൂഷ്വലി ഒരു ക്രെഡിറ്റ് സ്പ്രെഡ് ആയിരിക്കും അവിടെ യൂസ് ചെയ്യുക, ക്രെഡിറ്റ് സ്പ്രെഡ്. അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ക്രെഡിറ്റ് സ്പ്രെഡ് മെക്കാനിസം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് 1% അല്ലെങ്കിൽ 0.5% പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിൽ വേണമെങ്കിൽ ഒരു സ്ട്രാറ്റജി വേണമെങ്കിൽ അവിടെ ക്രിയേറ്റ് ചെയ്യാം. തിരിച്ചുപോയി അതിന്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി വളരെ വളരെ കുറവാണ്, അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള മെക്കാനിസംസ് ട്രൈ ചെയ്യാം. അതല്ല നിങ്ങൾ കുറച്ചും കൂടെ ഒരു റിസ്ക് ടേക്ക് ചെയ്യുന്ന ഒരു ട്രേഡർ ആണെങ്കിൽ മേ ബി ഓപ്ഷൻ ബൈ പോലുള്ള സാധനങ്ങളും ഒന്ന് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ മെക്കാനിസത്തിൽ വർക്ക്ഔട്ട് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ വേണമെങ്കിൽ ഒന്ന് നോക്കാം. അപ്പൊ ഇതാണ് ബേസിക്കലി ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇന്നത്തെ ഇതിന്റെ ഈ ത്രെഡ്, ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ കൺസെപ്റ്റിന്റെ ബേസിൽ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് അത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതല്ല ആർക്കെങ്കിലും ഈ ത്രെഡിന്റെ ബേസിൽ ഞാനൊരു സ്ട്രാറ്റജി തന്നെ ബിൽഡ് ചെയ്ത് തരണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി
ഞാൻ ആൾറെഡി ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സ്ട്രാറ്റജി നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, പക്ഷേ നിങ്ങളുടെ കമൻസ് ഉണ്ടെങ്കിൽ മാത്രമേ, നിങ്ങളുടെ ഒരു ഡിമാൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാനത് ചെയ്യുന്നുള്ളൂ. കാരണം എല്ലാ സ്ട്രാറ്റജിയും എല്ലാവർക്കും വർക്ക് ആവണമെന്നില്ല. പല സ്ട്രാറ്റജീസും പലരുടെയും ടൈമിംഗ് അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യേണ്ട സ്ട്രാറ്റജീസ് ആണ്. അപ്പോൾ ഞാൻ എനിക്ക് എൻ്റെ ഒരു റിക്വയർമെന്റ് അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത ഒരു സ്ട്രാറ്റജി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ത്രെഡ് യൂസ് ചെയ്ത് നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ച്, നിങ്ങളുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി അനുസരിച്ച്, നിങ്ങളുടെ ടൈം അവൈലബിലിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഒരെണ്ണം ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, ശരി. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ തന്നെ കാണാം. എല്ലാവർക്കും ഹാപ്പി ട്രേഡിംഗ്.